കാർത്തികയിൽ തേജസ്സും പരനാരിയിൽ ഇച്ഛയും കീർത്തിയും ഫലം. ഹരിയോ, ഞാൻ സന്തോഷ് സരോവരം. കാർത്തിക നക്ഷത്ര ജാതകരുടെ ജനനം ആദിത്യന്റെ ദശാകാലത്താണ്. ആദിത്യനാണ് നക്ഷത്രത്തിന്റെ നാഥൻ. അഗ്നി ദേവനാണ്. അസുരഗണത്തിൽ സ്ത്രീ യോനിയോടുകൂടിയുള്ള ജനനം. മേടം, ഇടവം ഈ രാശികളിലായിട്ടാണ് ഈ കാർത്തിക നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. മേടത്തിൽ കാർത്തികയുടെ ആദ്യ പാദവും ഇടവത്തിൽ തുടർന്നുള്ള 2, 3, 4 പാദങ്ങളും സ്ഥിതി ചെയ്യുകയാണ്. മേടത്തിൽ ജനിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ, ആദ്യ പാദത്തിലുള്ള കാർത്തിക നക്ഷത്രക്കാർ വളരെ ധൈര്യശാലികളായിരിക്കും, സാഹസികരായിരിക്കും. ഏത് പ്രവൃത്തിയും എത്ര കഠിനമായി പരിശ്രമിച്ചും ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. മുൻകോപികളും എടുത്തിയാട്ടക്കാരുമായിരിക്കും. വളരെ പരുഷമായിട്ടായിരിക്കും അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇടവൻ രാശിയിലുള്ളവരോ അവർ ഇതിന് നേർ വിഭിന്നമായിട്ടുള്ള സ്വഭാവമാണ്. വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് അവർക്ക് താല്പര്യം. അവർ വളരെ ദീർഘകാലത്തേക്കുള്ള യാതൊരു കാര്യങ്ങൾക്കും അവർക്ക് താല്പര്യമില്ല. അവർ കലാപരമായ കാര്യങ്ങൾക്കായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം. ഈ കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിന്റെയും അവസാന പാദത്തിന്റെയും ദേവനായിട്ട് വരുന്നത് വ്യാഴനാണ്. ഈ വ്യാഴൻ ജാതകത്തിൽ ബലവാനൊക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വളരെ ഉയർന്ന നിലയിൽ ഇവർക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. വ്യാഴന് ഏതെങ്കിലും രീതിയിലുള്ള പാപയോഗമോ അല്ലെങ്കിൽ ബലഹീനതയൊക്കെ വന്നാൽ പരാശ്രയത്തിൽ വേണം ഇവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് മധ്യഭാഗത്തുള്ള 2ാം പാദത്തിന്റെയും 3ാം പാദത്തിന്റെയും കാര്യവും. ശനിയാണ് ഈ പാദത്തിന്റെ നാഥനായിട്ട് വരുന്നത്. ശനി നീതിമാനാണ്, സത്യസന്ധനാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ശനി ബലവാനാണെങ്കിൽ അവരുടെ ജീവിതവും അതുപോലെ തന്നെയായിരിക്കും. ഈ നീതിയും സത്യസന്ധതയും ധാർമ്മികതയൊക്കെ അവർ ഉയർത്തിപ്പിടിക്കും. ശനിക്ക് ബലഹീനത്വം ഉണ്ടെങ്കിൽ, പാപയോഗമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരു നീതിയോ ന്യായമോ ധർമ്മമോ ഒന്നും കാണിക്കില്ല. ഏത് മോശം അവസ്ഥയിലും ജീവിക്കുന്നതിൽ അവർക്കൊട്ടൊരു മടിയും ഉണ്ടാവുകയില്ല. കാർത്തിക നക്ഷത്രത്തിന്റെ മേടൻ രാശിയിൽ ജനിക്കുന്ന ആ നക്ഷത്ര ജാതകർക്ക് വിശാഖത്തിന്റെ 4ാം പാദവും അനിഴവും തൃക്കേട്ടയും വിരുദ്ധ നക്ഷത്രമാണ്. ഇടവൻ രാശിയിലാണെങ്കിൽ പൂരാടം, മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ പാദം ഇത് വിരുദ്ധ നക്ഷത്രമാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നക്ഷത്ര ദിവസങ്ങളിൽ ശുഭകാര്യങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുക. ഈ നക്ഷത്ര ജാതകരുമായിട്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം, വളരെ സൂക്ഷ്മതയോടുകൂടി വേണം അവർ ചെയ്യുവാനായിട്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താവിനെ കൊണ്ടും സന്തതികളെ കൊണ്ടും ഒക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ, ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിരഹം, ഭാര്യയും ഭർത്താവും അകന്ന് ജീവിക്കുന്നതിൻ്റെ ഒരവസ്ഥയും വരുന്നുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വദേശത്തേക്കാൾ ഉപരി അന്യദേശത്താണ് കൂടുതൽ കീർത്തിയും ജീവിത സുഖാനുഭവങ്ങളും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നു. മേടൻ രാശിയിൽ ജനിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ശുക്രനാണ് അവരുടെ ദാമ്പത്യ സ്ഥാനത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും അധിപൻ. അതുപോലെ തന്നെ 4ാം ഭാവത്തിൻ്റെ അധിപൻ, കുടുംബസ്ഥാനത്തിൻ്റെ അധിപൻ ചന്ദ്രനും, കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യവും ലാഭസ്ഥാനത്തിൻ്റെ ആധിപത്യവും ശനിക്കുമാണ്. അപ്പം ജാതകത്തിൽ ഈ പറയുന്ന ശുക്രനും ചന്ദ്രനും ശനിയുമൊക്കെ ബലവാന്മാരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ അവരുടെ ഒരു ഭൗതികമായിട്ട് ജീവിതം വളരെയധികം ഉയർന്നു നിൽക്കും. ധനപരമായിട്ടും ദാമ്പത്യപരമായിട്ടും കുടുംബപരമായിട്ടും കർമ്മമേഖലയിലും ലാഭസ്ഥാനത്തിനുമെല്ലാം വളരെയധികം അവർക്ക് ഉയർന്ന നിലയിൽ വളരെ സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടിയൊക്കെ ജീവിക്കാൻ പറ്റും. എന്നാൽ ഈ ഗ്രഹങ്ങൾക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള പാപയോഗമോ നീചത്വമോ മൗഢ്യമോ വന്നാൽ ഈ പറയുന്ന യാതൊരുവിധ ജീവിത സുഖങ്ങളും അവർക്ക് ലഭിക്കുകയും. ഇനി ഇടവൻ രാശിക്കാണ് നോക്കുന്നതെങ്കിൽ ഇടവൻ രാശിയുടെ ദാമ്പത്യ സ്ഥാനം നോക്കുമ്പോൾ അവിടെ ചൊവ്വയും, ധനസ്ഥാനം നോക്കുമ്പോൾ ബുധനും, കുടുംബസ്ഥാനം നോക്കുമ്പോൾ ആദിത്യനും, അവരുടെ കർമ്മസ്ഥാനം ശനിയും, ലാഭസ്ഥാനം വ്യാഴവുമാണ്. ഈ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ബലവാന്മാരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതം വളരെയധികം ഐശ്വര്യപൂർണ്ണമായിരിക്കും. അതല്ല, അവിടെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ന്യൂനത അവരുടെ ജീവിതത്തെയും ബാധിക്കും. അപ്പോൾ ജാതകത്തിലെ ഈ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾക്കനുസരിച്ചാണ് അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അഗ്നിയാണ് ദേവനെന്ന് പറഞ്ഞു. ഈ അഗ്നിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് എല്ലാ ക്ഷേത്രങ്ങളും തിടപ്പള്ളിയിൽ അഗ്നിക്കൊരു സ്ഥാനമുണ്ട്. ആ തിടപ്പള്ളിയിൽ വെച്ച് ഈ അഗ്നിദേവന് വേണ്ട നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് വളരെയധികം ഗുണാനുഭവത്തെ നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ നിന്ന് ജനിച്ചതാണ് സുബ്രഹ്മണ്യ സ്വാമി.
ഈ സുബ്രഹ്മണ്യ സ്വാമിയെയൊക്കെ ഭജിക്കുന്നത് പ്രീതിപ്പെടുത്തുന്നതല്ല, ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന ഉത്തമമായിട്ടുള്ള ഗുണാനുഭവത്തെ നൽകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ ദൈവാനുഗ്രഹത്തെയൊക്കെ വർദ്ധിപ്പിച്ച് ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഈശ്വരാരാധനയൊക്കെ നടത്തി ഒരു ഉയർന്ന നിലയിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. അപ്പം അതിനാദ്യം വേണ്ടത് ആ ജാതകത്തിലെ ഗ്രഹത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും അങ്ങനെ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനോടൊപ്പം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടിംഗ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു നക്ഷത്ര വിശേഷവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.